ഹരേ കൃഷ്ണ. ഇപ്രകാരം ദേവകൻ തന്റെ പുത്രിയായ ദേവകിക്ക് നൽകിയ പൂർണ്ണ സ്ത്രീധനം ഇപ്രകാരമായിരുന്നു. സ്വർണ്ണ മാല്യങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ട് അലങ്കരിച്ച് 400 ആനകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ സർവാലങ്കൃതമായ 15,000 കുതിരകൾ, 1800 രഥങ്ങൾ, കൂടാതെ മകളും ഒത്തു പോകാൻ വേണ്ടിയിട്ട് 200 സുന്ദരികളും. ക്ഷത്രിയ വിവാഹത്തിന് വധുവിനോടൊപ്പം അവളുടെ ഏതാനും തോഴികളെയും കൂടെ കൂട്ടിനയക്കുന്ന ഒരു പതിവ് അന്ന് നിലവിലുണ്ടായിരുന്നു. ഇന്നും കുറേ സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ വടക്കേ ഇന്ത്യയിലൊക്കെ അത് നിലവിലുണ്ട്. രാജ്ഞിയുടെ കൂടെ പോകുന്ന ഇവർ പരിചാരകർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. എങ്കിലും ഇവർ തോഴിമാർ തന്നെയാണ്. ഈ സമ്പ്രദായം അനാദികാലം മുതലുള്ളതാണ്. കുറഞ്ഞത് 5000 വർഷം മുൻപ് കൃഷ്ണാവതാര കാലത്ത് ഈ ആചാരം നിലവിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിന് തെളിവുണ്ട് കേട്ടോ. അങ്ങനെ വസുദേവൻ വധുവിനോടൊപ്പം 200 യുവസുന്ദരികളെയും തന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ വധൂവരന്മാരുടെ ഘോഷയാത്ര വേളയിൽ ആ മംഗള മുഹൂർത്തത്തിന്റെ സൂചനയായിട്ട് അനേക വാദ്യങ്ങളൊക്കെ മുഴക്കിയിരുന്നു. ഹരേ കൃഷ്ണ.